ഹായ് മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്ര അല്ലെങ്കിൽ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോ വളരെ കുറച്ച് സമയം കൊണ്ട് എന്താണ് ഈ ചാപ്റ്റർ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഓർമ്മയുണ്ടോ? അരിത്തമെറ്റിക് സീക്വൻസ്. ആ ചാപ്റ്ററിന്റെ അതേ വാക്കിയാണ് നമ്മൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് സീക്വൻസ്, എന്താണ് കോമൺ ഡിഫറൻസ്, എന്താണ് ടേം എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ആ സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം, ആ സമ്മിന്റെ ഓൾജിബ്രിക് ഫോം, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ്. അതായത് എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിതം എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. യെസ്, നോക്കാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം. ദാ ഞാൻ ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ 4, 7, 10, എക്സെട്ര. എന്റെ കയ്യിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. 4, 7, 10 എക്സെട്ര. എനിക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വേണം. അതായത് ഒരു സീക്വൻസിന്റെ ഐഡന്റിറ്റിയാണ് അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുണ്ട്. ഈ സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വേണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ശ്രേണിയിലെ ടേം ഏതാണ്, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എത്രയാണ്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. കാരണം നമുക്കറിയാം ഒരു സീക്വൻസിന്റെ ആദ്യമുള്ള ടേം ആണ് എന്ന് പറയുന്നത് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാ. അതായത് ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ഡിനോട്ട് ചെയ്യുന്നത് x1 അല്ലെങ്കിൽ f എന്ന് പറയും. x1 അല്ലെങ്കിൽ എഫ്, x1 അല്ലെങ്കിൽ എന്താണ് എഫ്, ഫസ്റ്റ് ടൈം. ഓക്കെ, ആ x1 അല്ലെങ്കിൽ എഫ് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. കൂടാതെ ആ സീക്വൻസിന്റെ ഡി കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 4, 7, 10 എന്നിങ്ങനെ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട് എന്ന് കരുതുക. എനിക്ക് ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപമാണ് വേണ്ടത്. മക്കളെ പഠിച്ചു വെച്ചോണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനമാണ്. മക്കളെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചിരുന്നോണം. xn ഈക്വൽ ടു എന്താണ്? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. dn പ്ലസ് എഫ് മൈനസ് ഡി. സാറേ എന്താണ് ഈ xn? ഈ xn എന്ന് പറഞ്ഞാൽ അതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അതായത് എന്ത് ടേം എന്ന് പറയും. അതായത് എന്ത് ടേം, n പദം. അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്ത് ടേം അല്ലെങ്കിൽ n പദം, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് xn. എന്താണ് xn? ആ xn കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് dn പ്ലസ് എഫ് മൈനസ് ഡി. എന്താണ് dn പ്ലസ് എഫ് മൈനസ് ഡി? മക്കളെ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചതുള്ളൂ. എന്താ d എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ്. എന്താ മക്കളെ? കോമൺ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. ഇനി എഫ് എന്ന് പറഞ്ഞ നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചതുള്ളൂ. x1 അല്ലെങ്കിൽ എഫ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ടേം. അപ്പോ ഇവിടെ xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് xn എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്ത് ടേം അല്ലെങ്കിൽ n പദം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ഇക്വേഷൻ dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, വീണ്ടും ഡി കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വേണം. അപ്പോൾ xn ഈക്വൽ dn പ്ലസ് എഫ് മൈനസ് ഡി ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിക്ക് പകരം ഇട്ട് കൊടുക്കുക. ഡിക്ക് പകരം ആരാ? കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് ആരാ? യെസ്, നമുക്കറിയാം 7, 4. 7 മൈനസ് 4 ആണ് കോമൺ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നു 3. n അതുപോലെ കൊടുക്കുക. അതുപോലെ എടുക്കുക. n ഈക്വൽ ടു n. അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ n മറ്റൊരു വാല്യൂ ഇല്ല. n ഈക്വൽ ടു n തന്നെ. അപ്പോ 3 ഇൻറ്റു n പകരം n തന്നെ പ്ലസ് എഫിന് പകരം ഫസ്റ്റ് ടൈം x1 ആരാണ് ആദ്യ പദം എന്ന് പറയുന്നത്? യെസ്, നമുക്കറിയാം 4 ആണ്. ആരാണ്? 4 ആണ്. മൈനസ് വീണ്ടും ഡി കോമൺ ഡിഫറൻസ്. ആരാ കോമൺ ഡിഫറൻസ്? യെസ്, 3. ഓക്കെ, അതായത് 3n പ്ലസ് 4 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 3 4 മൈനസ് 3 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3n പ്ലസ് 1. അപ്പോൾ 4, 7, 10 എന്ന് പോകുന്ന സമാന്തര ശ്രേണിയിലെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടി കഴിഞ്ഞു. എത്രയാണ്? 3n പ്ലസ് 1. ഓക്കെ ആണോ? യെസ്.
ഓക്കെ മക്കളെ, എങ്കിൽ ഞാൻ അടുത്ത ഒരു സീക്വൻസ് എഴുതാം. നിങ്ങൾ അതിന്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ നോക്ക്. ഇതാ ഞാൻ ഇവിടെ ഒരു സീക്വൻസ് എഴുതുകയാണ്. 2,5,8, എക്സെട്ര. അടുത്ത ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 2, 5, 8. ഓക്കെ, എനിക്ക് ഈ സീക്വൻസിന്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്ത് ടൈം അല്ലെങ്കിൽ n പദം വേണം. അതായത് എനിക്കിവിടെ xn ഈക്വൽ ടു എത്രയാണെന്ന് വേണം, ഇതിന്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ വേണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു xn ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറയുന്നത് xn ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് dn പ്ലസ് f മൈനസ് ഡി. എന്താണ് dn പ്ലസ് f മൈനസ് ഡി? മക്കളെ എന്താണ് d എന്ന് പറഞ്ഞാൽ? യെസ്, d ഈക്വൽ ടു കോമൺ ഡിഫറൻസ്. ആരാണ് കോമൺ ഡിഫറൻസ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ സെക്കൻഡ് ടൈം, അതായത് 5 മൈനസ് 2 എത്രയാ? അത് 3. നമ്മൾ കിട്ടി കോമൺ ഡിഫറൻസ് 3. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ്. എഫ് എന്താണ്? ഫസ്റ്റ് ടൈം, ആദ്യ പദം, ഒന്നാം പദം. അത് ആരാണ് ഒന്നാം പദം എന്ന് പറയുന്നത്? യെസ്, നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2. ഇനി വളരെ എളുപ്പമാണ്. ആ ഇക്വേഷനിലേക്ക് ഇതിനെ മാത്രം എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. അതായത് xn ഈക്വൽ ടു, ശ്രദ്ധിക്കണം, xn ഈക്വൽ ടു dn എന്ന് പറഞ്ഞാൽ ഡിക്ക് പകരം ആരാ? യെസ്, 3 കൊടുത്തു. ഡിക്ക് പകരം നമ്മൾ ആരെ കൊടുത്തു? 3 കൊടുത്തു. എത്ര കൊടുത്തു? 3 കൊടുത്തു. ഡിക്ക് പകരം നമ്മൾ ആരെ കൊടുത്തു? 3 കൊടുത്തു. ഇനി നോക്കണം, ഡിക്ക് പകരം 3 കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞു n എന്ന് പറഞ്ഞാൽ അതേപോലെ എടുത്ത് എഴുതുക. ഓൾജിബ്ര എക്സ്പ്രഷനകത്ത് n എന്ന് പറഞ്ഞാൽ n തന്നെ, അതായത് മറ്റൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട. n പകരം n മാത്രം ഇട്ട് കൊടുക്കുക. അതായത് 3 ഇൻറ്റു n, അതായത് 3n. ഓക്കെ ആണല്ലോ? പ്ലസ്, ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാണ്? ഈ ഫസ്റ്റ് ടേം, യെസ്, 2. മൈനസ് ആരാണ് കോമൺ ഡിഫറൻസ്? യെസ്, 3. അതായത് ശ്രദ്ധിക്കണേ, 3n പ്ലസ് 2 മൈനസ് 3, 2 മൈനസ് 3, 2 മൈനസ് 3. അതായത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചേക്കുക. അതായത് 2 എന്ന് പറഞ്ഞ ചെറിയ സംഖ്യയാണ്, 3 ഒരു വലിയ സംഖ്യയാണ്. അപ്പൊ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അതായത് 3ൽ നിന്ന് 2 കുറയ്ക്കുക. 3 മൈനസ് 2 എത്രയാ? യെസ്, നമുക്കറിയാം, 1 ആണ്. അതിനുശേഷം ഇവിടെ ഏതാണോ വലിയ സംഖ്യ അവയുടെ ചിഹ്നം നോക്കുക. ഇവിടെ വലിയ സംഖ്യ ആരാ? 3, അവയുടെ ചിഹ്നം മൈനസ്. സോ ആൻസർ ഈസ് -1. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3n. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഒരു പ്ലസും മൈനസും ചേർന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്. സോ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 3n മൈനസ് 1. എത്രയാ മക്കളെ? 3n മൈനസ് 1. ഓക്കെ, യെസ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കിവിടെ ഇനി എന്താണ് ആ ഓൾജിബ്ര എക്സ്പ്രഷന്റെ ഫോർമാറ്റ് എന്നും കൂടി നമുക്ക് നോക്കാം. അതായത് നമ്മൾ എന്താണ് ഓൾജിബ്ര എക്സ്പ്രഷൻ എന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി എന്തായിരുന്നു അതിന്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. യെസ്, നോക്കണേ, നമ്മളിവിടെ ചെയ്തതാണ് xn ഈക്വൽ ടു പഠിച്ച ഇക്വേഷൻ dn പ്ലസ് f മൈനസ് d. എന്താണ്? dn പ്ലസ് f മൈനസ് d. അപ്പോ ഈ പറഞ്ഞ നമുക്ക് xn ഈക്വൽ dn പ്ലസ് f മൈനസ് d എന്ന ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഓൾജിബ്രിക് ഫോർമാറ്റ് കിട്ടും. മക്കളെ, ആ ഓൾജിബ്രിക് ഫോർമാറ്റ് എപ്പോഴും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു xn ഈക്വൽ ടു an പ്ലസ് b ഫോർമാറ്റ് ആയിരിക്കും. ഏത് ഫോർമാറ്റ് ആയിരിക്കും? an പ്ലസ് b ഫോർമാറ്റ് അല്ലേ? നമ്മൾ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതേ ഉള്ളൂ. അതായത് 3n പ്ലസ് 2 അല്ലെങ്കിൽ 3n മൈനസ് 1 അല്ലെങ്കിൽ മറ്റൊന്ന് 2n പ്ലസ് 3 അല്ലെങ്കിൽ എന്താണ് 2n പ്ലസ് 5. നോക്കിയേ, ഈ ഫോർമാറ്റ് എല്ലാം നോക്കിയേ. ആദ്യം ഒരു സംഖ്യ, അതിനോടൊപ്പം n പ്ലസ് അടുത്തൊരു സംഖ്യ. വീണ്ടും ഒരു സംഖ്യ, അതിനോടൊപ്പം n മൈനസ് അടുത്തൊരു സംഖ്യ. വീണ്ടും ഒരു സംഖ്യ, അതിനോടൊപ്പം n പ്ലസ് അടുത്തൊരു സംഖ്യ. വീണ്ടും ഒരു സംഖ്യ, അതിനോടൊപ്പം n പ്ലസ് അടുത്തൊരു സംഖ്യ. അതായത് ഈ പറഞ്ഞ രീതിയെയാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കുക, ആദ്യം ഒരു സംഖ്യ, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് a. അതായത് n-നോടൊപ്പമുള്ള സംഖ്യ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? a. ഇനി n ഇല്ലാത്ത സംഖ്യ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? b. എന്ന് പറഞ്ഞാൽ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ ഫോർമാറ്റ് ആണ് xn ഈക്വൽ ടു an പ്ലസ് b ഫോർമാറ്റ്. ഏത് ഫോർമാറ്റ് ആണ്? xn ഈക്വൽ ടു an പ്ലസ് b ഫോർമാറ്റ്. ഓക്കെ ആണല്ലോ? അപ്പോ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ എക്സ്പ്രഷൻ, അതായത് ഈ പറഞ്ഞ ഓൾജിബ്രിക് ഫോമിന്റെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ ചെയ്ത് കിട്ടുന്ന ഫോർമാറ്റ് ആണ് xn ഈക്വൽ ടു an പ്ലസ് b ഫോർമാറ്റ്. എന്താണ്? an പ്ലസ് b ഫോർമാറ്റ്. ഓക്കെ ആണല്ലോ? അതായത് n-നോടൊപ്പം a, n ഇല്ലാത്തവൻ b.
ഓക്കെ ആണല്ലോ. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് മക്കളെ. ഞാൻ പറഞ്ഞു xn ഈക്വൽ ടു an പ്ലസ് ബി ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റ് എന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. എന്നിനോടൊപ്പമുള്ള ഈ എ ഇല്ലേ, ആരാ? ദാ ഈ കിടക്കുന്നവൻ കണ്ടോ? ഈ എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അതായത് എ ഈക്വൽ ടു ഡി. എ ഈക്വൽ ടു എന്താണ്? ഡി. ഇനി ഈ കിടക്കുന്ന ബി കണ്ടോ? എൻ ഇല്ലാത്തവനെ കണ്ടോ? എൻ ഇല്ലാത്തവൻ. യെസ്, ആ ബി എന്ന് പറയുന്നതും ഈ എ എന്ന് പറയുന്നതും അതായത് എ പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം x1 അപ്പോ ഒരു ഓൾജിബ്രി എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ്. കിട്ടുന്ന ഫോർമാറ്റ് xn ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്ന ഫോർമാറ്റുമാണ്. ഈ ഫോർമാറ്റിനകത്ത് എന്നിന്റെ കൂടെയുള്ള എ, ആ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ഏത് സീക്വൻസ് ആണോ ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസത്തിന് തുല്യമായിരിക്കും. ഇനി ഈ പറഞ്ഞ എന്നില്ലാത്ത ബിയും എന്നുള്ള എയും, അതായത് ഈ പറഞ്ഞ എയും ബിയും തമ്മിൽ കൂട്ടുന്നത്, അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നത് ആ സീക്വൻസിന്റെ അല്ലെങ്കിൽ ഏത് സീക്വൻസ് ആണോ ആ സീക്വൻസിന്റെ ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിന് ഈക്വലുമായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ദാ നോക്കിയേ, ശ്രദ്ധിച്ചോണം. xn ഈക്വൽ ടു 3n പ്ലസ് 4. xn ഈക്വൽ ടു 3n പ്ലസ് 4. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് xn ഈക്വൽ ടു 3n പ്ലസ് 4. xn ഈക്വൽ ടു എന്താണ്? 3n പ്ലസ് 4 എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, എന്നോട് ചോദിക്കുകയാണ് ഈ പറഞ്ഞ 3n പ്ലസ് 4 വരുന്ന സീക്വൻസിന്റെ എന്തൊക്കെ വേണം? യെസ്, കോമൺ ഡിഫറൻസ് എത്രയാണ്? അതിന്റെ ഫസ്റ്റ് ടൈം x1 എത്രയാണ്? യെസ്, ദാ നോക്കിയിരുന്നോണേ. യെസ്, ദാ മക്കളെ ആദ്യം വേണ്ടത് കോമൺ ഡിഫറൻസ് ആ. ഡി ഈക്വൽ ടു, ഞാൻ പറഞ്ഞു ഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്ക് ഈക്വൽ ആണ്. എന്തിന് ഈക്വൽ ആണ്? എക്ക് ഈക്വൽ ആണ്. മക്കളെ 3n പ്ലസ് 4 എന്ന ഭാഗത്തിനകത്ത് ഈ ഫോർമാറ്റ് എപ്പോഴും an പ്ലസ് ബി ഫോർമാറ്റാ. an പ്ലസ് എന്ത് ഫോർമാറ്റ് ആണ്? ബി ഫോർമാറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എയുടെ ഭാഗത്ത് 3, ബിയുടെ ഭാഗത്ത് 4. ഓക്കെ, അപ്പൊ ഇവിടെ ഡി ഈക്വൽ ടു എ എന്ന, ഡി ഈക്വൽ ടു എ എന്ന ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഈക്വൽ ടു ഇവിടെ എയുടെ ഭാഗത്താരാ? യെസ്, 3 കിട്ടിക്കഴിഞ്ഞു. ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? 3. എത്രയാണ്? 3 ആണ്. ഇനി നമുക്ക് ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം വേണം, x1 വേണം, ആദ്യ പദം വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഒരു സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് തന്നിട്ട് അതിന്റെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യ പദം ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ x1 ഈക്വൽ ടു എ പ്ലസ് ബി, x1 ഈക്വൽ ടു എ പ്ലസ് ബി. അതായത് ഈ പറഞ്ഞ എക്ക് പകരം 3 കൊടുക്കുക പ്ലസ് ബിക്ക് പകരം 4 കൊടുക്കുക. ഓക്കെ ആണോ? എ പ്ലസ് ബി 3 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 4 എത്രയാ? യെസ്, നമുക്കറിയാം 7 ആണ്. അപ്പോൾ ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7. x1 ഈക്വൽ ടു 7, ഡി ഈക്വൽ ടു 3. ഓക്കെ, യെസ്, ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് കരുതുന്നു. യെസ്, അടുത്ത് നോക്ക്. ഓക്കെ മക്കളെ, അപ്പൊ നോക്കി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദാ ഇവിടെ നോക്കിയോണേ. ഇപ്പൊ എന്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട് 7, 11, 15 etc. is an arithmetic sequence. is an arithmetic sequence എന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. ഇവിടെ ചോദിക്കുകയാണ് ഈ സീക്വൻസിന്റെ, അതായത് ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഡി എത്രയാണ്? എന്റെ ഒന്നാമത്തെ ചോദ്യം എന്റെ അടുത്ത് ഇതാണ്, ഡി എത്രയാണ്? ശേഷം രണ്ടാമത്തെ ചോദ്യം ഈ സീക്വൻസിന്റെ xn ഈക്വൽ ടു എത്രയാണ്? ഇതിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ എന്ത് ടൈം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതായത് ബീജഗണിതമോ അല്ലെങ്കിൽ n പദമോ. ഓക്കെ, ഇതിനോട് ചോദിക്കുകയാണ് ഈ സീക്വൻസിന്റെ 25ാം പദം എത്രയാണ്? x25 എത്രയാണ്? ഇത്രയുമാണ് എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പൊ എന്റെ ഉള്ളത് ആകെപ്പാട് സീക്വൻസ് മാത്രമാണ് 7, 11, 15. ഈ സീക്വൻസിൽ നിന്നാണ് എനിക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം വേണ്ടത്, xn ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്ത് ടൈം വേണ്ടത്, അതുപോലെ x25 ടൈം അല്ലെങ്കിൽ 25ാം പദവും വേണം. ഓക്കെ, ഇതാ നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സീക്വൻസ് 7, 11, 15 നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് കോമൺ ഡിഫറൻസ് ആണല്ലോ, ഡി. യെസ്, പൊതുവ്യത്യാസം. സോ ഡി ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം. ഒരു സീക്വൻസ് തന്നാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x2 minus x1.
അതായത് ഇവിടെ 11 മൈനസ് എത്രയാടാ 7. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 11 മൈനസ് 7 യെസ് 4. കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞു 4. ഇനി നമുക്ക് വേണം ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. വളരെ സിമ്പിളാ, ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? യെസ് xn ഈക്വൽ ടു ഇക്വേഷൻ dn പ്ലസ് എഫ് മൈനസ് ഡി. ഇക്വേഷൻ എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. അതായത് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം നമ്മുടെ കയ്യിലുണ്ട്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആദ്യപദം, അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ നമ്മൾ ഇട്ടുകൊടുക്കാൻ പോവുകയാണ് xn ഈക്വൽ ടു dn എന്ന് പറഞ്ഞാൽ ഡിക്ക് പകരം 4n പ്ലസ് ഫസ്റ്റ് ടൈം എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആദ്യപദം എത്രയാത്? യെസ് 7 മൈനസ് കോമൺ ഡിഫറൻസ് 4. ഓക്കെ, അതായത് 4n പ്ലസ് 7 മൈനസ് 4 എത്രയാണ് മക്കളെ? നമുക്കറിയാം 3n. സോ ഈ പറഞ്ഞ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടി 4n പ്ലസ് 3. എത്രയാ മക്കളെ? 4n പ്ലസ് 3. ഇനി നമുക്ക് വേണ്ടത് ഈ സീക്വൻസിന്റെ 25th ടേം ആണ്. എന്താണ് 25th ടേം? വളരെ സിമ്പിൾ. ദാ നോക്കിയേ, ദാ xn ഈക്വൽ ടു നമുക്ക് കിട്ടിക്കഴിഞ്ഞു 4n പ്ലസ് 3 നമ്മുടെ കയ്യിലുണ്ട്. xn ഈക്വൽ ടു 4n പ്ലസ് 3. നമുക്ക് വേണ്ടത് x25 നമുക്ക് വേണം. അതായത് ഇവിടെ n-ന്റെ ഭാഗത്ത് ഇവിടെ ആര് വന്ന്? 25 വന്ന്. അതായത് അപ്പോൾ ഇവിടെ n-ന്റെ ഭാഗത്ത് എന്നിട്ട് കൊടുക്കുക? 25 ഇട്ട് കൊടുക്കുക. അതായത് 4 into n-ന് പകരം 25 plus 3. Okay, that is equal to 4 into 25. Yes, 100 plus 3. Answer is എത്ര കിട്ടും? Yes, 100. അതായത് ആ സീക്വൻസിലെ 25ാം പദം അത് എത്രയാണ്? 103. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 4. യെസ്, എക്സ് n ഓൾജിബ്രിക് ഫോം ബീജഗണിതം കിട്ടി. എത്രയാ? 4n plus 3. ആൻഡ് ലാസ്റ്റ് വൺ 25ാം പദവും കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 103. യെസ്, ഓൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ മക്കളെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പാഠത്തിലെ സമ്മിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് സീക്വൻസ്, സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ്, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് ടേം കണ്ടുപിടിക്കുന്നത്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോ ഇനി പറയാൻ പോകുന്നത് സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ്, മറ്റു കാര്യങ്ങളാണ്. അപ്പോ എന്താണ് സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ്, അത് ഉപയോഗിച്ചുള്ള ടേം കണ്ടുപിടിക്കുന്നത്, xn കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ എന്താണ് സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സീക്വൻസിന്റെ സം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സീക്വൻസിന്റെ എല്ലാ ടേംസുകളും തമ്മിൽ കൂട്ടുന്നതാണ് അതിന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ എന്റെ ഒരു സീക്വൻസ് ഉണ്ട് 5, 10, 15, 20 എക്സെട്ര. ഒരു അരിത്തമെറ്റിക് സീക്വൻസാ. ഈ സീക്വൻസിനെ സമ്മ ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ 5, 10, 15 എന്ത് ചെയ്യും? കൂട്ടും. അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ഈ സീക്വൻസിന്റെ സമ്മിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. എന്തുണ്ട്? ഒരു ജനറൽ ഇക്വേഷൻ, പൊതുവായുള്ള സമവാക്യമുണ്ട്. പഠിച്ചു വെച്ചോണം, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയോ, xn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, ഒരു സീക്വൻസിന്റെ സമ്മ്, തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, എന്താണ് Sn എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ഈക്വൽ ടു സം. ഓക്കെ, അപ്പൊ Sn ഈക്വൽ ടു n/2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. n എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് അതായത് പദങ്ങളുടെ എണ്ണം. പദങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പൊ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. ഓക്കെ, x1 അറിയാം നമുക്ക്. എന്താ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ടൈം ആദ്യപദം. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം. xn എന്താണ്? ലാസ്റ്റ് ടൈം. ഓക്കെ, അപ്പോ പഠിച്ചിരിക്കേണ്ടത് എന്താണ് സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, എന്താണ് സം കണ്ടെത്താനുള്ള ഇക്വേഷൻ, ഇത് ഇത്രയുക. അപ്പൊ അതിനകത്ത് സമ്മിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. സമ്മിന്റെ ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn. എന്താണ്? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, ഓക്കെ ആണല്ലോ? യെസ്, ദാ നോക്കാം. യെസ്, നോക്കിക്കോണേ. എന്നിട്ട് അരിത്തമായിട്ട് സീക്വൻസ് ഉണ്ട് 4, 9, 14 എക്സെട്ര. 4, 9, 14,
എക്സെട്ര ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എനിക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടേംസ്, അതായത് 25 ടേമുകൾ, 25 പദങ്ങളുടെ എന്തു വേണം? സം വേണം. എന്ത് വേണം മക്കളെ? സം വേണം. അതായത് 4, 9, 14 എക്സെട്ര എന്ന് പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 25 ടേംസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ തുടങ്ങി 25ാം പദം വരെ ഉള്ളതിന്റെ എന്ത് വേണം? സം വേണം. ഓക്കെ, അപ്പൊ സം ചോദിച്ചാൽ നമുക്കറിയാം സം ഇൻ ഇക്വേഷൻ Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അതായത് എത്രയാണ് നമ്പർ ഓഫ് ടൈം, എത്രയാണ് ഫസ്റ്റ് പദം, എത്രയാണ് ലാസ്റ്റ് ടൈം, ഇത് ഇത്രയും നമ്മൾ വേണം. അപ്പോ 4, 9, 14 ആണ്. അതിനകത്ത് നമ്പർ ഓഫ് ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ 25 ടേമുകളുടെ സമ്മ. അപ്പൊ നമുക്ക് കിട്ടി സം വേണ്ടത് ആദ്യത്തെ 25 പദങ്ങളുടെ S25 സം ഓഫ് 25 ടേംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 പകരം എത്ര ടേംസിന് സമ്മ? 25 അല്ലേ? അപ്പൊ 25/2 ഇൻറ്റു x1 വേണം. ആര് വേണം? x1 വേണം. സോ x1 കൊടുത്ത x1 പകരം ആരാ? ഫസ്റ്റ് ടൈം. എത്രയാ അത്? 4 പ്ലസ് xn ഉണ്ടോ? ഇല്ല. ഈ xn എന്ന് പറഞ്ഞാൽ അത് ആരാണ്? യെസ്, നമുക്കറിയാം ആദ്യത്തെ 25 പദങ്ങളാ എന്ന് പറഞ്ഞാൽ ഒന്നിൽ തുടങ്ങി എവിടെ അവസാനിക്കും? 25 അവസാനിക്കും. സോ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x25. അത് നമ്മുടെ കയ്യിലില്ല. അത് നമ്മുടെ കയ്യില് ഇല്ല. അപ്പൊ അവനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ദാ നോക്കിയേ, ഈ x25 വേണം. x25. അപ്പൊ x25 ഈക്വൽ ടു ഞാൻ x1 നിന്ന് കണ്ടുപിടിക്കാൻ പോവാ. ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് x1 നിന്ന്. അപ്പൊ x25 ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എഴുതാം x1 എത്ര d കൂട്ടുന്നതാ? 25 മൈനസ് 1, അതായത് 24 d കൂട്ടുന്നതാണ്. എത്ര d കൂട്ടുന്നതാണ്? 24 d. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 എന്ന് പറഞ്ഞാൽ യെസ് 4 പ്ലസ് 24 ഇൻറ്റു d എത്രയാ മക്കളെ? d എത്രയാ? 9 മൈനസ് 4 ആണ് d. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാടാ? 5. സോ 4 പ്ലസ് 24 ഇൻറ്റു ഡിക്ക് പകരം 5. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. യെസ്, അതായത് 4 പ്ലസ് 24 ഇൻറ്റു 5, 24 ഇൻറ്റു 5 എത്രയാണ്? 24 ഇൻറ്റു 5 യെസ് നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. അപ്പോ ഈ പറഞ്ഞ 4 പ്ലസ് 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 124. എത്രയാടാ? 124. അപ്പോ x25 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 24d ആണ്. അതായത് x1 പകരം 4 പ്ലസ് 24 ഇൻറ്റു ഡിക്ക് പകരം 5 കൊടുത്തു. അതായത് 4 പ്ലസ് 24 ഇൻറ്റു 5 എത്രയാണ്? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 120. സോ ആൻസർ ഈസ് 124. ദാ കൊടുക്കാം. ദാ നോക്കിയേ, 25 ഡിവൈഡ് ബൈ 2 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ കൊടുത്തു 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ദാ 4 പ്ലസ് x25. എത്രയാണ് x25? ദാ കിട്ടിക്കഴിഞ്ഞു. എത്രയായിരുന്നു? യെസ് 124. ഓക്കെ, ദാ നോക്കിയേ, 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 പ്ലസ് 24, സോറി 4 പ്ലസ് 124, 4 പ്ലസ് 124 എത്രയാ? 4 പ്ലസ് 124 യെസ് 128. എത്രയാണ്? 128. അതായത് 25/2 ഇൻറ്റു 128. മക്കളെ, ഇതും വെട്ടാൻ കഴിയില്ല. പക്ഷേ ഇതും വെട്ടാം. അല്ലേടാ? വെട്ടാം. ദാ ഇതും വെട്ടി. എത്രയാ? യെസ് 64. എത്രയാണ്? 64. സോ ആൻസർ ഈസ് 25 ഇൻറ്റു 64. 25 ഇൻറ്റു എന്താണ്? 64. യെസ്, അപ്പോ 25 ഇൻറ്റു 64 എത്ര ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1600. അതായത് 1600. എത്രയാണ്? 1600. അപ്പോ നമുക്ക് ഈ പറഞ്ഞ 4, 9, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 ടേമുകളുടെ സമ്മ കിട്ടി. എത്രയാണ്? 1600. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ് മക്കളെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്താൻ. അപ്പൊ നോക്കിക്കോണേ, ഞാൻ ഇവിടെ ഒരു സീക്വൻസ് എടുക്കുകയാണ്. സീക്വൻസ് നോക്കിക്കോണേ, 5, 7, 9, etc. 5, 7, 9, etc. is an arithmetic sequence. എന്താണ് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ്? ഓക്കെ,
ശ്രദ്ധിച്ചോണം മക്കളെ, ഈ സീക്വൻസിന്റെ എനിക്ക് സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ Sn, സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ്. സമ്മിന്റെ എന്താണ് ഓൾജിബ്രിക് ഫോർമാറ്റ് Sn വേണം. ഓക്കെ, അപ്പോ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാൻ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്നായിരിക്കും. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ, എന്ന് ചോദ്യം വന്നാൽ ആലോചിച്ചോണം, അത് സമ്മിന്റെ ഓൾജിബ്രിക് ഫോം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്. അത് സമ്മിന്റെ ഓൾജിബ്രിക് ഫോം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്. അപ്പോ ഇവിടെ 5, 7, 9 എന്ന് പറയുന്നത് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിന്റെ സമ്മിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ആദ്യത്തെ n പദങ്ങളുടെ തുക വേണം. അപ്പോ നമുക്കറിയാം ഇക്വേഷൻ Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ആദ്യ ഭാഗത്തേക്ക് പോകണം. അതായത് ഈ സീക്വൻസിന്റെ xn കണ്ടുപിടിച്ച് വെക്കണം. xn എന്താണ്? xn എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? xn എന്തായിരുന്നു? നമ്മൾ പഠിച്ച xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഓർമ്മയുണ്ടോ? xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. അതായത് d എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാത്? 7 മൈനസ് 5 എത്രയാ ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ 2n പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 മൈനസ് d എന്ന് പറഞ്ഞാൽ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് എത്രയാ? 5 മൈനസ് 2 3. അപ്പൊ 2n പ്ലസ് 3 ആണ് അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അതായത് ഇവിടെ Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പകരം ഇട്ട് കൊടുക്കുക. ആരാ? 5 പ്ലസ് xn പകരം നമ്മുടെ ഈ കിട്ടിയ മത്സരം ഇട്ട് കൊടുക്കുക 2n പ്ലസ് 3. ഓക്കെ, അതായത് Sn ഈക്വൽ ടു n/2 ഇൻറ്റു, ശ്രദ്ധിക്കണേ മക്കളെ, 5 പ്ലസ് 3 എത്രയാ? 5 പ്ലസ് 3 5 പ്ലസ് 3 8. കൂടെ വേറെ ആരുണ്ട്? അനാഥനായിട്ട് നടപ്പുണ്ട്. ആരാത്? 2n. അപ്പോൾ ഈ പറഞ്ഞ 2n ആദ്യം കൊടുക്കുക പ്ലസ് 5 പ്ലസ് 3 എത്രയാ? 8. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അതായത് ശ്രദ്ധിക്കണേ മക്കളെ, ഈ പറഞ്ഞ n/2 എന്ന് പറയുന്നത് 2n ബാധകമാണ്, 8 ബാധകമാണ്. അകത്തോട്ട് കയറ്റി ഗുണിക്കുക. സോ n/2 ഇൻറ്റു 2n, ആൻസർ ഈസ് 2n²/2. സാർ എങ്ങനെ 2n²/2 എന്നത്? ഈ പറഞ്ഞ n ഇൻറ്റു n എത്രയാ? n². ബാക്കി 2 ഉണ്ട്, അതിട്ട് കൊടുത്തു. ഡിവൈഡ് ബൈ ഇവിടെ ആരുണ്ടായിരുന്നു? /2, അവനെ കൊടുത്തു. ചിഹ്നമകത്ത് പ്ലസ്. n/2 ഇൻറ്റു 8, n ഇൻറ്റു 8 8n ഡിവൈഡ് ബൈ ആരുണ്ട് താഴെ? 2. ഓക്കെ, ഈ 2ഉം വെട്ടാം. സോ n² പ്ലസ് 2ഉം 8ഉം വെട്ടാം 4n. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രിക് ഫോം കിട്ടി n² പ്ലസ് 4n. ഓക്കെ, യെസ്. യെസ് മക്കളെ, അപ്പൊ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്തുന്നതെന്നും മനസ്സിലായല്ലോ സമ്മിന്റെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു നമ്മൾ ഇപ്പൊ ചെയ്തതിനകത്ത് Sn ഈക്വൽ ടു n² പ്ലസ് 4n ഇങ്ങനെയായിരുന്നു കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ n²നോടൊപ്പം ഒന്നുമില്ലെങ്കിലും അതിനർത്ഥം ഒരു 1 ഉണ്ട്. 1n² പ്ലസ് 4n. എടാ മക്കളെ, ഈ ഫോർമാറ്റ് നിങ്ങൾ കണ്ടോ? അതായത് n²നോടൊപ്പം ഒരു സംഖ്യ, n-നോടൊപ്പം മറ്റൊരു സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് എപ്പോഴും വരുന്നത് Sn ഈക്വൽ ടു pn² പ്ലസ് qn ഫോർമാറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കണ്ടോ? അതായത് Sn ഈക്വൽ ടു എപ്പോഴും എന്താണ്? pn² പ്ലസ് qn ഫോർമാറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് ശ്രദ്ധിച്ചിരുന്നോണം. ഒരു സമ്മിന്റെ എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എപ്പോഴും വരുന്നത് എങ്ങനെയായിരിക്കും? Sn ഈക്വൽ ടു pn² പ്ലസ് qn ഫോർമാറ്റിലായിരിക്കും. ഇവിടെ എന്താണ് p, എന്താണ് q ഒന്ന് അറിഞ്ഞു വെക്കണം. റിലേഷൻ മക്കളെ, നമുക്ക് വരുന്ന സമ്മിന്റെ ഓൾജിബ്രിക് ഫോമിനകത്ത് ഈ പറഞ്ഞ പിയും ക്യൂവും ഒരു റിലേഷൻ ഉണ്ട്. അതായത് n²നോടൊപ്പമുള്ള p എന്ന് പറഞ്ഞാൽ ആ p യെ 2 വട്ടം ഗുണിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കിട്ടും. ഈ പറഞ്ഞ p പ്ലസ് q ചെയ്താൽ നമുക്ക് ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ നമ്മള് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോമിനകത്ത് എയും ബിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. ഇവിടെ സമ്മിന്റെ ഓൾജിബ്രിക് ഫോമിനകത്ത് പഠിച്ചു എന്താണ്?
പിയും ക്യൂവും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് ഈ പറഞ്ഞ പി യെ 2 വട്ടം ഗുണിച്ചാൽ, അതായത് 2 into p ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. ഇനി ഈ പറഞ്ഞ പിയും ക്യൂടെ കൂട്ടിയാൽ പി പ്ലസ് ക്യൂ, അതെന്താണ്? ആ ടേമിന്റെ അല്ലെങ്കിൽ ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേമിന് ഈക്വൽ ആണ്. അപ്പോൾ Sn ഈക്വൽ ടു പി എൻ സ്ക്വയർ എ പ്ലസ് ക്യൂ എൻ ആണ് സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ്. ഈ പറഞ്ഞ Sn ഈക്വൽ ടു പി എൻ സ്ക്വയർ എ പ്ലസ് ക്യൂ എൻ അകത്ത് പിക്കും ക്യൂക്കും ഒരു റിലേഷൻ ഉണ്ട്. ആ പിയുടെയും ക്യൂവിന്റെ റിലേഷൻ ആണ് മക്കളെ 2p ഈക്വൽ ടു ഡി. 2p ഈക്വൽ ടു ഡി, അല്ലെങ്കിൽ p into 2 എന്ന് പറഞ്ഞാൽ d ആണ്. അടുത്തത് p പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ x1 ഫസ്റ്റ് ടൈം. ഓക്കെ, ഓക്കെ ആണല്ലോ? യെസ്, ക്ലിയർ. ദാ നോക്കി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാ 2n സ്ക്വയർ പ്ലസ് 3n, 2n സ്ക്വയർ പ്ലസ് 3n, അതായത് Sn ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 3n. പരീക്ഷയ്ക്ക് വരാം. 2n സ്ക്വയർ പ്ലസ് 3n ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ സമ്മാണ് 2n സ്ക്വയർ പ്ലസ് 3n എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നുമില്ല, സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് 2n സ്ക്വയർ പ്ലസ് 3n എന്നാണെന്നാ. ഓക്കെ, ഇനി നിങ്ങൾ ചോദിക്കും, ഈ പറഞ്ഞ സീക്വൻസിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് വരുന്ന സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആരാണ്? കോമൺ ഡിഫറൻസ് ആരാണ്? അതായത് ഡി ഈക്വൽ ടു എത്രയാ? പൊതുവ്യത്യാസം. x1 ഈക്വൽ ടു എത്രയാ? അപ്പോ എന്താണ് അതിന്റെ കോമൺ ഡിഫറൻസ്? എന്താണ് അതിന്റെ ഫസ്റ്റ് ടേം? ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഈ പറഞ്ഞ സീക്വൻസിന്റെ S25 എന്ന് പറഞ്ഞാൽ S25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 25 പദങ്ങളുടെ സമ്മ്. X25 അല്ല, 25 ടേം അല്ല, S25 സമ്മിന്റെ 25, അതായത് 25 ടേമുകളുടെ സമ്മ്. ഓക്കെ, അപ്പോ ഇത്രയും നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ദാ മക്കളെ 2n സ്ക്വയർ എ പ്ലസ് 3n അല്ലേ? ആണോ അല്ലയോ? യെസ് ആണ്. അപ്പൊ 2n സ്ക്വയർ എ പ്ലസ് 3n ആണ് നമ്മുടെ സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ്. ഈ 2n സ്ക്വയർ എ പ്ലസ് 3n എന്നുള്ളതിനകത്ത് നമുക്ക് ഡിയും x1 ഉം S25 കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയോണേ, 2n സ്ക്വയർ എ പ്ലസ് 3n എന്ന് പറഞ്ഞാൽ ഈ ഫോർമാറ്റ് pn സ്ക്വയർ എ പ്ലസ് qn അല്ലേടാ? അല്ലേ? അതായത് നോക്കിയോണേ, p ഈക്വൽ ടു 2, q ഈക്വൽ ടു 3. നമുക്കറിയാം മക്കളെ, d ദാറ്റ് ഈസ് ഈക്വൽ ടു 2p ആണ്. അതായത് 2 ഇൻറ്റു മക്കളെ p എത്രയാ? p താഴെ കിടക്കുന്നു 2. ആൻസർ ഈസ് 4. അപ്പോൾ 2n സ്ക്വയർ എ പ്ലസ് 3n ഓൾജിബ്രിക് ഫോർമാറ്റ് വരുന്ന സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 4. ഇനി നമുക്ക് വേണം ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം x1. യെസ്, നമുക്കറിയാം x1 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിയും ക്യൂടെ കൂട്ടുന്നതാ. p പ്ലസ് ക്യൂ ആണ് x1. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ p എത്ര? 2 പ്ലസ് q എത്ര? 3. ആൻസർ ഈസ് 5. അപ്പോൾ സീക്വൻസിന്റെ d 4, x1 5. ഇനി എനിക്ക് സീക്വൻസിന്റെ S25 വേണം. വളരെ നിസ്സാരം. ദാ നോക്കിയേ, Sn ഈക്വൽ ടു നമ്മുടെ കയ്യിലുണ്ട് 2n സ്ക്വയർ എ പ്ലസ് 3n. ഇവിടെ നമുക്ക് വേറെ ഇക്വേഷൻ ഒന്നും വേണ്ട. സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് കയ്യിലുണ്ടോ? സം കണ്ടെത്താൽ വളരെ എളുപ്പമാണ്. അതായത് S25 സം ഓഫ് 25 ടേംസ് ആ വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എവിടെയൊക്കെ n ഉണ്ടോ അവിടെ എല്ലാം 25 ഭാഗ്യം കൊടുക്കുക. അതായത് 2 ഇൻറ്റു n സ്ക്വയറിന് പകരം 25ന്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 25. അതായത് 2 ഇൻറ്റു 25ന്റെ സ്ക്വയർ 25ന്റെ സ്ക്വയർ എത്രയാ? യെസ്, 625 പ്ലസ് 3 ഇൻറ്റു 25. ഓക്കെ, അതായത് മക്കളെ ദാ നോക്കിക്കോണേ, 2 ഇൻറ്റു 625 എത്രയാ? 625 2 എന്ന് പറഞ്ഞാൽ യെസ് 1250 പ്ലസ് 3 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 75. ഓക്കെ, സോ ഫൈനൽ ആൻസർ ഈസ് 1325 എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ 2n സ്ക്വയർ എ പ്ലസ് 3n വരുന്ന സീക്വൻസിന്റെ ആദ്യത്തെ 25 പദങ്ങളുടെ സമ്മ് കിട്ടിക്കഴിഞ്ഞു 1325. ഓക്കെ ആണല്ലോ? യെസ്. എങ്കിൽ ഞാൻ ഇതെല്ലാം ഒന്ന് സിമ്പിൾ ആക്കി പറയട്ടെ. അതായത് ഈ പറഞ്ഞ 2n സ്ക്വയർ എ പ്ലസ് 3n എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമ്മൾ നേരത്തെ പഠിച്ചു. ഈ പറഞ്ഞ സമ്മിന്റെ ഓൾജിബ്രിക് ഫോം കണ്ടെത്താനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നല്ലേ? ആണോ? ആണ്.
അതായത് നമ്മുടെ ഈ പറഞ്ഞ സമ്മിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാ. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇനി ഞാൻ അതിനെ ഒന്ന് എളുപ്പ വഴി കണ്ടുപിടിക്കാം. ഓക്കെ, ദാ നോക്കിയേ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. ദാ ഒന്ന് നോക്കിക്കോണേ മക്കളെ, ഒന്ന് നോക്കിക്കോണേ. ദാ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം, ശ്രദ്ധിച്ച്. അപ്പൊ നമ്മൾ നേരത്തെ ഫോർമാറ്റ് കണ്ടുപിടിച്ചത്, അതായത് നേരത്തെ നമ്മൾ ഫോർമാറ്റ് കണ്ടുപിടിച്ചത് n/2 ഇൻറ്റു x1 പ്ലസ് xn ഉപയോഗിച്ചായിരുന്നു നമ്മൾ സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ഇതിനേക്കാൾ എളുപ്പമുള്ള വഴി കണ്ടുപിടിക്കാൻ പോവാ. എളുപ്പമുള്ള വഴി എന്ത് ചെയ്യാൻ പോവാണ്? കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ എടുത്ത അതേ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. നേരത്തെ എടുത്ത അതേ ക്വസ്റ്റ്യൻ 5, 7, 9 എക്സെട്ര. ഈ പറഞ്ഞ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വേണം. നേരത്തെ ഞാൻ n/2 ഇൻറ്റു x1 പ്ലസ് xn എടുത്തു. ഇവിടെ അതിനേക്കാൾ എളുപ്പ വഴി വെറും ഷോർട്ട് കട്ട് മെത്തേഡാ. നോക്കിയോണേ, ചെയ്യേണ്ട രീതി. ആദ്യം ഈ സീക്വൻസിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് മാത്രം, കോമൺ ഡിഫറൻസ് എത്രയാണ്? യെസ്, നമുക്കറിയാം d = 7 - 5. ആൻസർ ഈസ് 2. ഓക്കെ, നമ്മുടെ സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് വരുന്നത് എങ്ങനെ? Sn = pn² പ്ലസ് qn. pn² പ്ലസ് qn. p ഒരു സംഖ്യ ആയിരിക്കും, q ഒരു സംഖ്യ ആയിരിക്കും. ആ p യും q മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് വേറെ ഒരു ഇക്വേഷൻ ഇടണ്ട. ദാ നോക്കിയേ, ദാ Sn = pn² പ്ലസ് qn ആണല്ലോ. നമുക്കറിയാം 2p = d ആണ്. 2p = എന്താണ്? d ആണ്. അതായത് 2p = മക്കളെ d ഇവിടെ എത്രയാ? 2. സോ p = എന്ത് വരും? 2/2. ആൻസർ ഈസ് 1. ആൻസർ എത്രയാണ്? 1. അപ്പോൾ ഇവിടെ നോക്കിയ മക്കളെ, p ക്ക് വരെ 1 കൊടുക്കുക. 1n² പ്ലസ് 1n² പ്ലസ്. ഇനി q വേണം, q ന്റെ വാല്യൂ വേണം. സോ ശ്രദ്ധിക്കുക, p = 1 കിട്ടി. നമുക്കറിയാം p പ്ലസ് q എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ആണ്. p പ്ലസ് q എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ആണ്. അവിടെ p ഉണ്ട്. ആരാ p എന്ന് പറഞ്ഞാൽ? യെസ്, 1 ആണ്. പ്ലസ് q = x1 ഉണ്ട്. ആരാ x1? 5 ആണ്. എങ്കിൽ q = പറഞ്ഞ q = ഈ 1 അപ്പുറം പോകുമ്പോൾ 5 - 1. ആൻസർ ഈസ് 4. ദാ q ന്റെ വാല്യൂ കിട്ടി 4n. സോ ആൻസർ എത്രയാ? 1n² അല്ലെങ്കിൽ n² പ്ലസ് 4n. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത n² എന്താണ്? n/2 ഇൻറ്റു x1 പ്ലസ് xn ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അവിടെയും n² പ്ലസ് 4n ആണ് വന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈ രീതി ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. 2p = d ആണ്. p പ്ലസ് q = x1. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ഇന്ന് ഇത്രയും പഠിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ് ആയിരുന്നു. ശേഷം അത് ഉപയോഗിച്ച് ടേം കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, മറ്റു കാര്യം. അതുപോലെ തന്നെ ഈ പറഞ്ഞ സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രിക് ഫോർമാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ടോട്ടലി ഈ പാഠത്തിന് ടോട്ടൽ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും പഠിച്ചാൽ തന്നെ ആ പാഠം നിങ്ങൾക്ക് ഏകദേശം ഓക്കെ കഴിഞ്ഞിരിക്കും. അപ്പൊ ഇത്രയും കാര്യം വളരെ നന്നായി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വൃത്തിയായിട്ട് ഇന്ന് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.